ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ കാലം മുമ്പ് തന്നെ നോർത്ത് ഇന്ത്യൻസ് ഇത് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരികയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/4 കപ്പ് ലിറ്റിൽ മില്ലറ്റ് ഒരു ബൗളിലേക്ക് ഇടുക. ഇതിനെ ചാമ അരി എന്നും പറയാറുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. തിരുമ്മി കഴുകേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് അലമ്പി കഴുകുക. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം ഊറ്റി കളയുക. അതിന് ശേഷം ടിഷ്യൂ പേപ്പറോ കോട്ടൺ പേപ്പറോ വെച്ച് കൂടുതലുള്ള വെള്ളം കളഞ്ഞെടുക്കണം. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു നനവുള്ളതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വെയിലത്ത് വെച്ചുണക്കാതെ ഈ സ്ട്രെയിനറിലിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് അരികിൽ കട്ട പോലെ പിടിച്ചിരിക്കുന്നതിൽ പൊടിയാത്തതുണ്ടാവും. അത് സ്പൂൺ കൊണ്ടൊന്ന് വെച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ അരിയും നന്നായിട്ട് പൊടിച്ച് കിട്ടും. ഇപ്പം ഞാനത് നന്നായിട്ട് വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡർ പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ലിറ്റിൽ മില്ലറ്റിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ ശരീരത്തിന് ആവശ്യമായ മഗ്നീഷ്യം ഒക്കെ ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കാം. 1/4 കപ്പ് മില്ലറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ചോപ്പറിലേക്ക് 2 ടീസ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസും 3 ടീസ്പൂൺ സ്വീറ്റ് കോണും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ വലിച്ച് ചോപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു എക്സസൈസും കൂടി ആകും. കുറച്ച് നേരം ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് ചോപ്പ് ചെയ്ത് കിട്ടും. സവാളയും ക്യാരറ്റും ക്യാബേജൊക്കെ നമുക്ക് പൊടി പോലെ ചോപ്പ് ചെയ്തെടുക്കാൻ ഈ ചോപ്പർ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിലെല്ലാം ചോപ്പ് ചെയ്യണമെന്നില്ല, കുറച്ചൊക്കെ നമുക്ക് പൊടിയായി ചോപ്പ് ചെയ്ത് കിട്ടിയാൽ മതിയാകും. ഇനി 2 മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ സവാള ചേർക്കാം. ഇനി ഒരു നല്ല പഴുത്ത പച്ചമുളക് ഞാൻ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച നിറത്തിലുള്ള പച്ചമുളകും ചേർക്കാം. പഴുത്തതാകുമ്പോൾ എരിവിന് കുറച്ച് കുറവുണ്ടാവും. ഇതിലേക്ക് ഇനി നേരത്തെ നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത ഗ്രീൻ പീസും സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. പകരം മല്ലിയില ചേർത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലകൾ ചേർക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മില്ലറ്റ് ബാറ്റർ എടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. താഴെ ചിലപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ ഇടയുണ്ട്. അതുകൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടി സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് കുക്കാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം. താഴെ ഭാഗവും ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാം. താഴെ ഭാഗവും മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ലിറ്റിൽ മില്ലറ്റ് കൊണ്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തിയാണ്. ധാരാളം
ആൻറ്റി ഓക്സിഡൻസും മഗ്നീഷ്യം പോലുള്ള മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മില്ലറ്റ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ സഹായിക്കുന്നുണ്ട്. തന്മൂലം നമ്മുടെ ബോഡി വെയ്റ്റും കുറയും. ബാക്കിയുള്ള ബാറ്ററും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നമുക്ക് വെറുതെ കഴിക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ 3 പേർക്ക് കഴിക്കാൻ പാകത്തിലുണ്ടാകും. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ഫുഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.